നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇവൻ്റ് ഓഫ് ദി ഇയർ പരേഡസ് വേഴ്സസ് ഗാവി. ഒരു ബോക്സിംഗ് മത്സരത്തിൻ്റെ പോസ്റ്റർ പോലെ ഒരു ബാനറല്ല, ശരിക്കും പറഞ്ഞാൽ ഒരു കാർഡ്ബോർഡിൽ ഇങ്ങനെ എഴുതി വച്ചിരിക്കുന്നതാണ്. അതിങ്ങനെ പൊക്കി പിടിക്കുകയാണ് ലമീൻ യമാൽ. സംഭവം നിങ്ങൾക്കറിയാലോ, വേൾഡ് കപ്പിൻ്റെ ഫൈനൽ കഴിഞ്ഞിട്ട് അവിടെ ഒരു ചെറിയ അടിപിടിയൊക്കെ ഉണ്ടായി. പരേഡസ് ശരിക്കും ഓവറാക്കി ഗാവിയെ പിടിച്ച് നിലത്തടിച്ചു. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായി. അതിന് പരേഡസിന് എന്ത് ശിക്ഷ എന്നുള്ളത് കണ്ടറിയണം. ഓൾറെഡി അദ്ദേഹത്തിന് ഒരു സെൻഡ് ഓഫ് ആ കളി കഴിഞ്ഞതിന് ശേഷം റെഡ് കാർഡ് കൊടുത്തിട്ടുണ്ട്. റഫറിയുടെ റിപ്പോർട്ടിൽ ആ വയലൻ്റ് ഇൻസിഡൻറ്റ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. അദ്ദേഹത്തെ കാത്ത് വലിയ നടപടികൾ ഒരു പക്ഷേ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കാം. ഏതായാലും അത് ഫിഫ വരും ദിവസങ്ങളിൽ വ്യക്തമാക്കും. എന്തായാലും ഇത് ആ ഗ്രൗണ്ടിൽ ആ സമയത്ത് വലിയ രൂപത്തിൽ ദേഷ്യവും ഫ്രസ്ട്രേഷനും ഒക്കെ കണ്ട ഒരു സമയം. എന്നാൽ അതിപ്പോൾ സെലിബ്രേഷൻ്റെ ഭാഗമായി ചിരിക്കാനുള്ള വകയാക്കി മാറ്റിയിരിക്കുകയാണ് ലാമിൻ യമാലും സംഘവും. ഇന്നലെ സ്പെയിനിൻ്റെ ആഘോഷ പരിപാടികൾ, ആ ആഘോഷ പരിപാടികളിലാണ് ആരാധകരിൽ നിന്ന് ഈ ഒരു ബോർഡ് ലമീൻ യമാൽ വാങ്ങുന്നത്. അതിൽ എഴുതി വച്ചിരിക്കുന്ന വാക്കുകൾ കണ്ട് അദ്ദേഹം ചിരിച്ചു, എന്നിട്ട് അത് ഉയർത്തിപ്പിടിച്ചു. അതിലാണ് ഇങ്ങനെ എഴുതിയിരുന്നത്, ഇവൻ്റ് ഓഫ് ദി ഇയർ ലാമിൻ യമാൽ പരേഡസ് വേഴ്സസ് ഗാവി എന്നാണ് അതിൽ എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രസകരമായിട്ടുള്ളൊരു ഭാഗം. എന്നിട്ട് സി യു എന്ന് അവിടെ അവർ പറയുന്നുണ്ട്. എന്തായാലും എന്ത് സംഭവിക്കും ഇനി ഭാവിയിൽ ഈ രണ്ട് താരങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ എന്നുള്ളത് കണ്ടറിയണം. സ്പെയിനിൻ്റെ ആഘോഷ പരിപാടികളിലെ മറ്റൊരു പ്രധാനപ്പെട്ട ആകർഷണം കുക്കറയുടെ പാട്ടായിരുന്നു. കുക്കറയ അർജൻറ്റൈൻ മ്യൂസീഷ്യൻ്റെ പാട്ടാണ് അവിടെ പാടിയെന്നുള്ളതാണ്. മെൽബെക് എന്നുള്ള ആ ഒരു പാട്ട് അത് ഡൂക്കിയും ബിസാപ്പും ചേർന്നുകൊണ്ട് ആലപിച്ചിട്ടുള്ളതായിരുന്നു. അതാണ് അദ്ദേഹം അവിടെ പാടിയത്. ഏതായാലും അതിൽ വരികൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അദ്ദേഹം എടുത്തു പറയുന്നത്, ടുഡേ ഇന്ന് ഐ അറൈവ്ഡ് ഇൻ ദി സിറ്റി ആൻഡ് ഒരു ബോസിനെ പോലെ സ്വീകരിക്കപ്പെട്ടു. ആളുകളിൽ നിന്ന് കൂടുതൽ സ്നേഹവും മറ്റുമൊക്കെ ലഭിക്കുന്നു. ഡോണ്ട് നോ ഹൗ ഇറ്റ് ഹാപ്പൻഡ്. ഇന്ന് ഞാൻ സെലിബ്രേറ്റ് ചെയ്യുകയാണ് എൻ്റെ ടീമിനോടൊപ്പം ചാമ്പ്യനായിട്ട്. ഇൻസൈഡ് ദി പാർട്ടി ഔട്ട്സൈഡ് ദി സ്ട്രീറ്റ് എൻ്റെ സ്വരങ്ങൾ നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നൊക്കെയുള്ള വാക്കുകൾ അദ്ദേഹം പറയുകയുണ്ടായി. എന്തായാലും വലിയ രൂപത്തിൽ ആഘോഷ പരിപാടികളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് സ്പെയിന്. 2ാം ലോക കിരീടം ചൂടിയിരിക്കുകയാണല്ലോ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.